ಸಾಹೇಬರು ನಾವು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಅಡ್ಮಿನಿಸ್ಟ್ರೇಷನ್ ನಿಮ್ಮನ್ನು ಡಿಪೆಂಡ್ ಇದ್ದೇವೆ ಇವತ್ತು. ನಮ್ಮ ಒಂದು ಏನು ಕರ್ನಾಟಕ ರಾಜ್ಯ ಸರ್ಕಾರದ ಒಂದು ಏನಾಗಿದೆ ಇದೊಂದು ವಿಪತ್ತು. ಹಾಂ ಸರ್, ನೋಡುವ ಇವತ್ತೇನಾಗ್ತದೆ ಏನಾಗ್ತದೆ. ಪಾಯಿಂಟ್ ಇರ್ಬೋದು, ಇಲ್ಲೊಂದು ಪಾಯಿಂಟ್ ಇರ್ಬೋದು, ಮಿನಿಮಮ್ ತೋರಿಸಿದ್ದಾರೆ. ಈಗ ಪಾಯಿಂಟ್ ಹಾಕೋರು ಇವ್ರು ಗೊತ್ತಾಗ್ತಲ್ಲ, ಈ ಪಾಯಿಂಟ್ ಮೇನ್ ಪಾಯಿಂಟ್ ದೊಡ್ಡ ಪಾಯಿಂಟ್ ಇದು. ಈ ದೊಡ್ಡ ಪಾಯಿಂಟಿಗೆ ನಾನೇನು ಮಾಡ್ತೀನಿ, ಫಸ್ಟಿಗೆ ಬೋಟು ಇಲ್ಲಿ ಮಣ್ಣಿದೆ, ಇಲ್ಲೊಂದು ಬೋಟ್ ಇರ್ತೇನೆ. Experts from Malpe had come under Ishwar and his team of 8 members have come, along with Navy, Coast Guard and NDRF, SCRF teams, local police and fire. All of them are working together. The fisheries department, revenue department, all of them are working together and the operation is going on. Of the 4 points that was given to us, 3 points have already searched and unfortunately we could not find anything. No, they have only found rocks and mud and under that river. Inside the river, in the points that was given to us, they have found rocks and mud only and not any vehicle or not any bodies. Today we have tried with our Ishwar Malpe, who is a known diving person, and he has rescued more than 50 to 60 bodies inside the water without having any hesitation. With the mixed water, with the speedy water, we have put the line, but he has crossed that line and he went inside. But inside what he found is fully clay is there on the top of that tree is there, and it is very difficult because of the water is dissolved with mud. We pray the God, Baba, why it is delay, and I don't know really. We have tried lot, but today I am also quite upset today because we have tried our level best. അങ്കോലയിൽ 12ാം ദിനമായിരുന്നു അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നത്. ഗംഗാവലിപ്പുഴയിൽ ഈശ്വർ മാൽപ്പയുടെ ജീവൻ മരണ പോരാട്ടമാണ് ഇന്ന് നടന്നത്. അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും നാവികസേനയും ചേർന്ന് പരമാവധി ശ്രമിച്ചു. ശിരൂരിൽ കുന്നും മലയും കലക്കിയെടുത്ത് പാഞ്ഞൊഴുകുന്ന ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ എവിടെയോ മറിഞ്ഞു കിടക്കുന്ന അർജുനെ കണ്ടെത്താൻ, ആ ലോറി കണ്ടെത്താൻ കുത്തൊഴുക്കിൽ മുങ്ങിത്തപ്പി. ആ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന അർജുനെ തിരിച്ചു കിട്ടുമോ എന്ന പ്രതീക്ഷയുടെ കനൽത്തരിയാണ് പ്രളയജലത്തിനിടയിലും ആ രക്ഷാപ്രവർത്തകരെ ആളിക്കത്തിച്ചത്. ഈശ്വർ മാൽപ്പ എന്ന മത്സ്യത്തൊഴിലാളിയെക്കുറിച്ച്, ആ സംഘത്തെക്കുറിച്ച് ഈ നിമിഷത്തിലൊന്ന് പറയേണ്ടതുണ്ട്. 20 വർഷം ഇതുവരെ അറബിക്കടലിന്റെയും ഉടുപ്പിയിലെ പുഴകളുടെയും കാണാക്കയങ്ങളിൽ നിന്ന്, വർണ്ണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ചെടുത്തത് 20 പേരുടെ ജീവനാണ്. കടലും പുഴയും കവർന്ന ജീവനുകൾ വിട്ടകന്ന 200 മൃതദേഹങ്ങൾ വേറെയും. മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കും. വയസ്സ് 45. മുങ്ങാനും തപ്പാനുമൊന്നും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നേടിയ ആളല്ല. അടുത്ത കാലത്ത് നേടിയ സ്കൂബ ഡൈവിംഗിലെ പ്രത്യേക പരിശീലനം ഒഴികെ. അതിലുപരി പുഴയെ കരപോലെ കണ്ടും തൊട്ടും തുഴഞ്ഞും അനുഭവിച്ചറിഞ്ഞതാണ്. ഈ കയങ്ങളിലേക്ക് രക്ഷാകരങ്ങളുമായി ഇറങ്ങി. വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായഭ്യർത്ഥനയും ഇന്നുവരെ അദ്ദേഹം നിരസിച്ചിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ ചാടുന്നവരെ പോലും മാൽപ്പെ വെള്ളത്തിനടിയിൽ നിന്ന് ജീവനോടെ എത്തിച്ചിട്ടുണ്ട്. അതിന് പുഴയോ കടലോ എന്ന വ്യത്യാസമില്ല. നടുക്കടലിൽ കുടുങ്ങിപ്പോയ 2 ആഴക്കടൽ ട്രോളർ ബോട്ടുകൾ സുരക്ഷിതമായി കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട് മാൽപ്പെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ പ്രതീക്ഷ നിറഞ്ഞു നിന്നിരുന്നു. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ 12ാം ദിവസമായി ഇന്ന് ഏറ്റവും നിർണായകവും അപകടകരവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഈശ്വർ മാൽപ്പെ നാവികസേനയുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വർ മാൽപ്പയെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത്. ഏറ്റവും സാധ്യത ഉണ്ടായിരുന്ന 4ാം പോയിന്റിലെ തെരച്ചിലിലും ചെളിയും പാറയും മാത്രമാണ് കണ്ടത്.
12ാം ദിനത്തിൽ എന്ത് സംഭവിച്ചു അങ്കോളയിൽ എന്ന് കേൾക്കാം. അങ്കോളയിൽ നിന്ന് സുനിൽ ഐസക് വിശദീകരിക്കും. രേഷ്മ, 12 ദിവസം നീണ്ട രക്ഷാദൌത്യത്തിൽ ഏറ്റവും പ്രതീക്ഷയും ഏറ്റവും നിരാശയും സമ്മാനിച്ച ഒരു ദിവസം എന്നാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാനുള്ളത്. ഇക്കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ ഇതാദ്യമായിട്ടാണ് പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്തുന്നത് എന്നതായിരുന്നു ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രതീക്ഷ സമ്മാനിച്ച ഒരു ഘടകം. ഈശ്വർ മാൽപേ എന്ന് പറയുന്ന ഒരു അതിവിദഗ്ധനായ സന്നദ്ധ പ്രവർത്തകൻ, അല്ലെങ്കിൽ അതിവിദഗ്ധനായ ഒരു മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ കീഴിലുള്ള 8 അംഗ സംഘവുമായി ഇന്ന് ഷിരൂരിലെത്തുന്നു എന്നതാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട വാർത്ത. ഈ ഈശ്വർ മാൽപേ എന്ന് പറയുന്നത് ഉടുപ്പിക്കടുത്തുള്ള ഒരു തീരദേശ ഗ്രാമമാണ്. അവിടെ ഈ തീരദേശത്ത് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ കുറെ മനുഷ്യരാണവർ. നമ്മുടെയൊക്കെ നാട്ടിൽ കഴിഞ്ഞ തവണയൊക്കെ പ്രളയമുണ്ടായപ്പോൾ അവിടെ ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനവുമായി എത്തിയത് ഈ മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു. അതുപോലെ ഇത്തരം ഘട്ടങ്ങളിൽ, അതായത് ഈ വെള്ളത്തിനടിയിൽ, ഒഴുക്കിൽ, കടലിൽ, അതുപോലെ ഏത് തരത്തിലായാലും, പുഴയിലായാലും കടലിലായാലും തടാകത്തിലുമൊക്കെ വെള്ളത്തിനടിയിൽ പെട്ടുപോയ നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടീം ഈശ്വർ മാൽപേ എന്ന് പറയുന്ന സംഘം. അത് അവരുടെ മുൻ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതായത് വലിയ ഈ ഒഴുക്കിലൊക്കെ ഒലിച്ചുപോയി ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയിരുന്ന മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തൊരു ചരിത്രമുണ്ട് അവർക്ക്. ഏതാണ്ട് 500-ലധികം ഹൈ റിസ്ക് ഓപ്പറേഷൻസ് ഇത്തരത്തിലുള്ളത് ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിച്ച ഒരു ടീം കൂടിയാണ് ഈശ്വർ മാൽപേയും സംഘവും. അതുകൊണ്ട് തന്നെ അവരിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവര് മാത്രമല്ല, രാവിലെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് എത്ര കുത്തൊഴുക്കുണ്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങി പരിശോധിക്കും എന്ന് തന്നെയായിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ പരിശോധനയ്ക്കായി ഈ ഗംഗാവലി പുഴയിലെത്തുന്നത്. മാത്രമല്ല, നേരത്തെ ഒരു പ്രത്യേക ഉപകരണം എത്തിച്ച് അതിൽ നിന്നുകൊണ്ട് ഡൈവ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ ആ ഉപകരണം ഇന്ന് എത്തില്ല എന്നുള്ള വാർത്ത വരുന്നു. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നു. ആ സമയത്ത് അവരെടുത്ത ധീരമായ ഒരു നിലപാട്, അത് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. അവർ കുന്താപുരത്തേക്ക് ഫോൺ വിളിക്കുന്നു. അവിടെ നിന്ന് 5 ഫിഷിംഗ് ബോട്ടുകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്ന് യമഹ എഞ്ചിൻ ഘടിപ്പിച്ച ഫൈബർ ബോട്ടുകൾ, ആ ബോട്ട് എത്തുന്നു. ആ ബോട്ടിൽ 5 മത്സ്യത്തൊഴിലാളികളും അവർക്കൊപ്പം കുന്താപുരത്ത് നിന്ന് ഈ ഗംഗാവലി നദിയിലേക്ക് എത്തി. ആ ബോട്ടുകളിലാണ് നാവികസേനയ്ക്കൊപ്പം ഈ ഈശ്വർ മാൽപേയും സംഘവും ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് പോകുന്നു. അതായത് കരയിൽ നിന്ന് 134 മീറ്റർ അകലെ 10 അടി താഴ്ചയിൽ ഈ ലോറി ഉണ്ടെന്നാണ് ഏറ്റവും അവസാനത്തെ സിഗ്നൽ. മാത്രമല്ല, 4ാമതായി കിട്ടിയ സിഗ്നലാണ് ഒരുപക്ഷെ ട്രക്ക് എന്ന് അനുമാനിക്കാൻ കഴിയുന്ന സിഗ്നൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ സിഗ്നലിനരികിലേക്കാണ് ഇവർ പോകുന്നത്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അത് ഇതിനു മുമ്പ് ഈ ഈശ്വർ മാൽപേയും സംഘവും എത്തുമ്പോൾ കലക്ടറും SP അടക്കമുള്ള സ്ഥലം MLA അടക്കമുള്ള ആളുകളുമായി രാവിലെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം, അതായത് ജില്ലാ ഭരണകൂടം പറഞ്ഞൊരു തീരുമാനം എന്ന് പറയുന്നത്, ഈ നാവികസേനയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നൊരു നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാവികസേന സംഘം കൂടി ചേർന്നാണ് സംയുക്തമായിട്ടാണ് ഈ പുഴയിൽ ഇന്നത്തെ പരിശോധന നടത്തുന്നത്. ഇന്ന് 7 തവണയാണ് പുഴയിൽ മുങ്ങിത്തപ്പി പരിശോധന നടത്തുന്നത്. ആ 7 തവണ മുങ്ങിത്തപ്പിയതും ഈശ്വർ മാൽപേയാണ്. അതിനിടയിൽ ഒരു തവണ ചെറിയൊരു അപകടമുണ്ടാവുന്നു. ഇദ്ദേഹത്തിന്റെ ബോട്ടും ഇദ്ദേഹവുമായി ബന്ധിപ്പിച്ചിരുന്ന വടം അഴിഞ്ഞു പോകുന്നു. 100 മീറ്റർ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒഴുകി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. എന്തായാലും നാവികസേനയുടെ രക്ഷാ സംഘം അപ്പോൾ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഈ കരയിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ മാൽപേ ടീമിന്റെ പെട്ട ഒരാൾക്ക് ചെറിയ പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തു. പക്ഷേ വലിയ തോതിൽ ഇന്ന് അവർ പരിശോധന, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലൊക്കെ പരിശോധന നടത്തി. പക്ഷെ വൈകിട്ടാവുമ്പോഴേക്കും പതിവ് പോലെ നിരാശ മാത്രമായിരുന്നു ഫലം. മാത്രമല്ല, ആ നിരാശയ്ക്ക് ആഴം കൂട്ടുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ വലിയ തോതിൽ വലിയ പാറ, മണ്ണ്, ചെളി, ഒപ്പം വലിയ മരങ്ങൾ, ഇതൊക്കെ ഈ പുഴയുടെ നടുഭാഗത്തായി ഏതാണ്ട് 20 അടിയിലധികം ഉയരത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. അത്രയും വലിയ പാറയും വലിയ മരങ്ങളും മണ്ണും ചെളിയും ഒക്കെ മാറ്റി അതിനകത്ത് നിന്ന് ഈ ടാങ്കർ എത്തിക്കുക എന്നതോ അല്ലെങ്കിൽ ടാങ്കറിലേക്ക് ഈ ഡൈവേഴ്സിന് എത്തപ്പെടുക എന്നതോ വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അതായത്
നിലവിലെ സാഹചര്യത്തിൽ ഈ ലോറിയുടെ ക്യാബിനടുത്തേക്ക് എത്തുക എന്നത് ഇപ്പോഴത്തെ ഒരു സംവിധാനങ്ങൾ വെച്ച് നടക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ്. അത് എത്രത്തോളം ഈ മാൽപ്പേ സംഘത്തിന് അതിന് കഴിയുമെന്നുള്ളതും സംശയമാണ്. കാരണം അത്രമേൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഏതാണ്ട് 20 അടിയിലധികം ഉയരത്തിൽ ഇതുപോലെ മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അത് മാറ്റി വലിയ പാറക്കല്ലൊക്കെ മാറ്റി ഈ ലോറിയുടെ ക്യാബിനരികിലേക്ക് എത്തുക പ്രയാസകരമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഏറ്റവും ഒടുവിൽ ഡ്രോൺ പരിശോധനാ ഫലങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ ഈ ക്യാബിൻ ഭാഗികമായോ പൂർണ്ണമായോ തകർന്ന നിലയിലാണ്. സ്വാഭാവികമായും ആ ക്യാബിനുള്ളിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ എത്തി അതിനകത്ത് കയറി പരിശോധിച്ച് അർജുൻ അതിനകത്തുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുനിൽ പറഞ്ഞതാണ് ഇന്ന് 12ാം ദിനത്തിൽ നടന്നതിൻ്റെ ഉള്ളടക്കം. അപ്പോഴും ഈ പുഴയിലെ കുത്തൊഴുക്ക് മനുഷ്യർക്ക് അതിജീവിക്കാവുന്നതിനും അപ്പുറമാണ്. ഇന്ന് ഈ വടം പൊട്ടിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും എത്രമാത്രം ശ്രമകരമാണ് ഈ രക്ഷാദൗത്യം എന്നുള്ളത്. നാളെയും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുനിൽ ഐസക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.